ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പപ്പായ, ബനാന, മാംഗോ, ആപ്പിൾ, ഗ്രേപ്സ്, ബ്ലാക്ക് ഗ്രേപ്സ്, കാഷ്യൂ നട്ട്, ചെറി, ഫ്രഷ് ക്രീം ചേർത്തതും പിന്നെ കസ്റ്റാർഡ് പൗഡർ ചേർത്തതും. പിന്നെ പാല് 1 ലിറ്റർ, 1/2 ലിറ്റർ ഉണ്ട്. 1 മഗ് പാല് തിളപ്പിക്കണം. 1 ഗ്ലാസ് കസ്റ്റാർഡ് പൗഡറിലേക്ക് പാലൊഴിച്ച് ഇത് കലക്കി പാല് തിളയ്ക്കാൻ വെച്ച് പാല് തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ഇടുന്നു. ഫ്രൂട്ട് സലാഡിനുള്ള പഞ്ചസാര. പാല് തിളച്ച് തീ കുറച്ചിട്ട് കസ്റ്റാർഡ് പൗഡർ കലക്കി ഇതിലേക്കോട്ട് ഒഴിച്ചിട്ട് ഇളക്കി കുറുക്കിയെടുക്കുന്നു. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് ഇളക്കിയെടുക്കുന്നു. പാലും കസ്റ്റാർഡ് പൗഡറും തിളച്ച് ഇനി ഇതിലേക്ക് നമ്മൾ പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നു. ഫ്രൂട്ട് സലാഡിനുള്ള കസ്റ്റാർഡ് കുറുക്കി ഇനി ചൂടായിട്ട് ഫ്രൂട്ട്സിലേക്ക് ഇടാം. പപ്പായ, മാംഗോ, ആപ്പിള്, ബനാന, ഡ്രൈ ഫ്രൂട്ട്സ്, ഗ്രേപ്പ്, ബ്ലാക്ക് മുന്തിരി, ഇത് ചെറി, ഇത് കാഷ്യൂ, പിന്നെ ഗ്രീൻ മുന്തിരി ഉണ്ട്. മുന്തിരിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. ബാക്കിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇനി കോൺഫ്ലവറിലേക്ക് ഇതിടാം. ഫ്ലവർ ചൂടാറിയപ്പം ഈ പാത്രത്തിലേക്ക് പകർത്തി വെക്കുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൂട്ട്സ് ഇടുന്നു. ഫ്രൂട്ട്സിലുള്ള ഫ്രൂട്ട്സും കസ്റ്റാർഡ് മിൽക്ക് പേസ്റ്റും റെഡിയായി. ഇനി ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തേക്ക് എടുത്തിരുന്നു. പപ്പായ, മാംഗോ, ആപ്പിൾ, ഗ്രേപ്സ് സീഡ്ലെസ് ആണെല്ലാം, ബനാന, ചെറി, കാഷ്യൂ നട്ട്, ബനാന, മാംഗോ, ആപ്പിൾ, പപ്പായ ഇതെല്ലാം മിക്സ് ചെയ്യണം. ഇത് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ്. ഈ കസ്റ്റാർഡ് ചേർക്കാതെ ഫ്രഷ് ക്രീമിൻ്റെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഇതിന് ചൂട് ആറി തണുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഈ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഫ്രഷ് ക്രീം ചേർത്ത് ഒരു ഫ്രൂട്ട് സലാഡ്. ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കുന്നു. ഒരു തുള്ളി വാനില എസൻസ് ഇതിൽ ചേർക്കുന്നു. വാനില ഇട്ടു, ഫ്രഷ് ക്രീം ഇട്ടു. ഇനി മധുരത്തിന് വേണ്ടി കുറച്ച് പാനി ഒഴിക്കുക. പാനി ഒഴിച്ചു. ഇനി മിക്സ് ചെയ്ത് തണുപ്പിച്ചിട്ട് കഴിക്കുക. 2 തരം ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി. ഫ്രഷ് ക്രീമും പാനി ആൻഡ് വാനില ഫ്രൂട്ട് സലാഡ്. ഇത് കസ്റ്റാർഡ് തണുപ്പിക്കാൻ വെച്ച ഫ്രൂട്ട് സലാഡ്. ഫ്രഷ് ക്രീമും വാനില എസൻസും പാനി ചേർത്ത ഫ്രൂട്ട് സലാഡ് തണുപ്പിക്കാൻ വെച്ചു. അതും ഓരോ സ്പൂൺ കിട്ടും. കസ്റ്റാർഡ് ചേർത്ത് ലിക്വിഡായി പോയി. ഫ്രൂട്ട്സിൻ്റെ വെള്ളം ഇറങ്ങി. ഫ്രഷ് ക്രീമും പാനിയും വാനിലയും ചേർത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും.
ദോശമാവ്. ദോശ ഉണ്ടാക്കാം, ഇട്ട് ഉണ്ടാക്കാം.